സാമ്പാർ കുറച്ചുകൂടെ വെച്ചോളെ. മീൻ കഷ്ണം മത്തിട്ടു. ചോറ് കുറച്ച് മതി, കുറച്ച് മതി. മതി. പിന്നെ കറികളൊക്കെ വരട്ടെ, നല്ല കഴിച്ചു തുടങ്ങാം. സാമ്പാർ കുറച്ചുകൂടെ വെച്ചോളെ. സാമ്പാർ വന്നിട്ട് കഷ്ണങ്ങളൊക്കെ നല്ല കട്ടിയുള്ള സാമ്പാർ അല്ലേ. ബാക്കിയുള്ള ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. മീൻകറി നല്ല തേങ്ങ അരച്ച നല്ല കട്ടിയിൽ എന്തൊരു കഷ്ണം മീനാണ്. നമുക്ക് നോക്കാം. 40 രൂപയുടെ ഊണാട്ടോ. മീൻ പൊരിച്ച് വന്നിട്ടുണ്ട്. ചെമ്മീൻ, കൂന്തൽ, പപ്പൻസ്, അങ്ങനെ അയില, മത്തി എല്ലാം കാണുന്നുണ്ട്. ഞാൻ മത്തിയാണ് പറഞ്ഞത്, നമ്മൾ ഫേവറേറ്റ് സാധനം മത്തിയാണ്. നമ്മൾ ചിലവ് ചുരുക്കി കഴിക്കുക. അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കട്ടെ. നല്ല സാമ്പാർ, 40 രൂപയുടെ ചോറ്, നല്ല കട്ടിയുള്ള സാമ്പാറൊക്കെ അല്ലേ. കാണാൻ നല്ല ലുക്കുള്ള സാമ്പാർ. വെണ്ടക്കഷ്ണം, മുരിങ്ങക്കഷ്ണം, കഷ്ണങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കഷ്ണമൊക്കെ ഇന്ന് പലപ്പോഴും കണ്ട ഹോട്ടലിൽ കാണാറില്ല അല്ലേ. ഇന്നടുത്ത് കഴിച്ചു നോക്കി. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കാം. കാണാൻ ലുക്കും ഒക്കെയാണ്. കഴിച്ചു നോക്കട്ടെ. സംഭവം നല്ല സാമ്പാറിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധാരണ വെള്ളം പോലത്തെ ഒരു പല സ്ഥലത്ത് അങ്ങനെയല്ല ഉണ്ടാവില്ല. ഇത് നല്ലൊരു സാമ്പാറിൻ്റെ ചുവയുള്ള. അതേപോലെ മീൻകറി എങ്ങനെ ഉണ്ട്. മീൻകറിൽ കഷ്ണമീനൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ മത്തി തറച്ചിട്ട് അങ്ങനത്തെ കറിയൊന്നുമല്ല. എന്തോ കഷ്ണമീനൊക്കെ തറച്ചിട്ടിട്ട് ചാറിൻ്റെ ടേസ്റ്റും കൂടി എങ്ങനെ ഉണ്ട് നോട്ടെ. നല്ല തേങ്ങ അരച്ച നല്ല കട്ടിയുള്ള കറി, വെള്ളം പോലത്തെ ഒരു കറിയല്ല. കഴിച്ചോട്ടെ. അത്യാവശ്യം നല്ല പൊടിയൊക്കെ ഉള്ള നല്ലൊരു മീൻകറി കേട്ടോ. പിന്നെ കഷ്ണമീൻ കിട്ടുമ്പോൾ ഒരു സുഖമല്ലേ. സംഭവം കൊള്ളാം കേട്ടോ. പപ്പടം ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ട്, പിന്നെ അച്ചാർ, ഒരു പച്ചടി, എല്ലാ സാധനം കൂടിയിട്ട് 40 റുപ്യക്ക് കുഴപ്പമില്ലല്ലേ. ഇങ്ങനത്തെ ഒരുപാട് ഹോട്ടൽസൊക്കെ നമ്മളെ ചുറ്റുപാടുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ അല്ല പൊരിച്ച മീൻ, ഞാൻ മത്തിയാണ് വാങ്ങിയത്. ചെറിയ ചെമ്മീൻ, പപ്പൻസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. മത്തി 30 രൂപയോ മറ്റോ ആണ്. ഇതെല്ലാം കൂടി കൂട്ടി കഴിച്ച്. ഞാനിവിടെ എത്താനുള്ള കാരണം എന്താ വെച്ചാൽ ചെറുതായിട്ട് മഴ പെയ്തപ്പോൾ, നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്, ഒരു 4-5 കിലോമീറ്ററേ ഉള്ളൂ. മഴ പെയ്തപ്പോൾ ഒന്ന് കയറി ഉച്ച സമയം കൊണ്ട് കയറി ചോറും കഴിച്ചു കിട്ടും. അപ്പോൾ എന്തായാലും സാധനം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് സ്പോട്ട് നമ്മളെ കക്കോടി ഭാഗത്താണ്. അപ്പോൾ കക്കോടി കൂടെ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി കഴിച്ചു നോക്കട്ടെ. പുതിയ ഹോട്ടലാണ്, ഉഷസ്സും പറഞ്ഞിട്ട്. അധികം ഒന്നും ആയിട്ടില്ല. ഇവിടുത്തെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും ചെയ്ത് ഷെയറൊക്കെ കൊടുത്ത്. നമ്മുടെ നാട്ടിലൊരു ഹോട്ടലല്ലേ. സംഭവം കൊള്ളാം. ഡീറ്റെയിൽ ലൊക്കേഷൻ ഇവിടെയാണ് അവസാനം ഒന്ന് കാണിച്ചുതരാം. കുറച്ച് ഉള്ളിലേക്ക് കയറാറുണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ലാണ് വരും. അതേപോലെ കൊച്ചു ഹോട്ടലിൽ നല്ല ഫുഡ് കിട്ടും കേട്ടോ. അത് കഴിച്ച് കഴിയാൻ നേരമാണ് മോര് കൊണ്ട് തന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മോരും കൂടി കൂട്ടി അങ്ങോട്ട് ഫിനിഷ് ചെയ്യുക. മോരെങ്ങനെ ഉണ്ട് നോട്ടെ. നല്ല പൊടിയൊക്കെ ഉള്ള ആ മോര് കിട്ടും. സമയം എല്ലാം കൂടി 40 റുപ്യക്ക് നല്ല ചോറ് തന്നെ ഞാൻ പറയും കേട്ടോ. അപ്പോൾ സ്പോട്ട് വരുന്നത് ആ കാണുന്ന നമ്മളെ കക്കോടി ബസാറാണ്. അത് നമ്മളെ ചെറുകുളം പാർക്കൊക്കെ പോകുന്ന റോഡാണ്. അത് കയറി ഒരു 50 മീറ്റർ റോഡ് വന്നാൽ ഉഷസ് ഹോട്ടലിൽ കാണാം കേട്ടോ. ഒരു ചെറിയ പുതിയ ഹോട്ടലാണ്. ഒന്ന് കയറി വെക്കാണ്ടി.